ഹലോ അസ്സലാമലൈക്കും. നമ്മുടെ എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് ഒരു ദിവസം നമ്മുടെ ഫാമിലിക്ക് വേണ്ടിയിട്ട് ചെലവഴിക്കുമ്പോൾ അത് വേറൊരു രസമല്ലേ. അപ്പോൾ കുറേ ദിവസങ്ങൾക്ക് ശേഷം ഫാമിലി ഒത്തിട്ട് ഞങ്ങളൊരു ട്രിപ്പ് പോയതിൻ്റെ വിശേഷമാണ് ഇന്ന് കാണിക്കുന്നത്. ദൂര സ്ഥലത്തേക്കൊന്നല്ല, നമ്മുടെ ആതിരാപ്പള്ളിയും വാൽപ്പാറക്കാണ് കേട്ടോ പോയത്. നല്ല മഴയും കോടയൊക്കെ ആയിട്ട് ഒരു അടിപൊളി ക്ലൈമറ്റിനായിരുന്നേ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണേ. വെൽക്കം ബാക്ക് ടു ഹൈസം വ്ലോഗ്സ്. നമ്മൾ ഈ കഴിഞ്ഞ തിങ്കളാഴ്ച സുബഹി നിസ്കാരം കഴിഞ്ഞിട്ടാണ് കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. വളരെ സന്തോഷത്തിലാണ് കേട്ടോ വരുന്നത്. എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. അപ്പം നമ്മൾ ആദ്യം തന്നെ പോയത് നൈറ പമ്പിലേക്കാണ്. വണ്ടിയിൽ എണ്ണ അടിക്കണമായിരുന്നു. അങ്ങനെ നമ്മൾ ഫുൾ ടാങ്ക് എണ്ണ ഒക്കെ അടിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ പെരുന്തല്ലൂരിൽ നിന്നാണ് കേട്ടോ എണ്ണ അടിച്ചത്. അപ്പൊ ഇനി നമുക്ക് ചെമ്പ്രവട്ടം വഴിയാണ് പോവാനുള്ളത്. ഞങ്ങൾ ഓൾറെഡി ചെറിയ പ്ലാനിങ് ഒക്കെ നടത്തിയോണ്ട് തന്നെ ഏകദേശം ടൈമിന്റെ കാര്യത്തിലായാലും റൂട്ടായാലും ഞങ്ങൾക്ക് അത്യാവശ്യം ധാരണ ഉണ്ടായിരുന്നു കേട്ടാ. നമ്മൾ പോണത് എവിടുക്കാന്നല്ലേ, ആതിരാപ്പള്ളിയാണ് കേട്ടോ മെയിൻ ആയിട്ട് പോണത്. ശേഷം നമ്മൾ വാഴച്ചാല് കയറുന്നുണ്ട്. അതിനുശേഷം പിന്നെ വാൽപ്പാറ, മലക്കപ്പാറ, ആ ഒരു കാട്ടിനുള്ളിൽ കൂടെ ഉള്ള യാത്രയൊക്കെയാണ് കേട്ടോ. അപ്പോൾ വളരെ എക്സൈറ്റ്മെന്റിലാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. നമ്മുടെ പൊന്നാനി, ചാവക്കാട്, തൃപ്രയാറ്, അതുപോലെ മൂന്നുപീടിക ആ റൂട്ടിനായിരുന്നു കേട്ടോ. തിരിച്ചു വരുമ്പോൾ നമ്മൾ പൊള്ളാച്ചി വഴിയാണ് വരിക. അങ്ങനെ ഏകദേശം നേരൊക്കെ വെളുത്തുട്ടാ. റോഡ് വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ലേ. ഇപ്പൊ നിങ്ങൾ കാണുന്നത് നമ്മുടെ ചേറ്റുവ പാലാണേ. അങ്ങനെ പിന്നെ കുറച്ചേരം ഞാൻ വണ്ടി കിടന്ന് ഉറങ്ങിട്ടോ. എന്നിട്ട് പിന്നെ എണീറ്റപ്പോ നമ്മൾ കാണുന്ന ഭാഗത്തൊക്കെ അധികമായിട്ടും ക്രിസ്ത്യൻ പള്ളിയൊക്കെ ആണ് കേട്ടോ കാണുന്നത്. എനിക്ക് തോന്നുന്നത് ഈ ഭാഗം അധികം ക്രിസ്ത്യൻസിന്റെ ഏരിയ കാണുന്നതാണ്. എനിക്ക് ഈ വഴിയൊന്നും കറക്റ്റ് അറിയില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഈ സ്ഥലം ക്രിസ്ത്യൻസിന്റെ ഏരിയ എന്നൊക്കെ പറഞ്ഞത്. എന്തായാലും നല്ല രസമായിരുന്നു കേട്ടോ. കുറച്ചിങ്ങോട്ടൊക്കെ കടന്നതിന് ശേഷം പിന്നെ അധികം പച്ചപ്പും നല്ല ഭംഗിയിലുള്ള സ്ഥലങ്ങളൊക്കെ ആയിരുന്നേ. ഏകദേശം നമുക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് ആതിരാപ്പള്ളിക്ക് ഒരു 3.5-4 മണിക്കൂറൊക്കെ വരുന്നുണ്ട് കേട്ടാ. ഞങ്ങൾ പിന്നെ അധികം സ്പീഡിലൊന്നല്ല പോയത്. ഇപ്പൊ നമ്മളിത് ആതിരാപ്പള്ളിന്റെ ആ റോഡിലേക്ക് കയറിയിട്ടുണ്ടേ. ഇനി ഞങ്ങൾ പോയ ദിവസത്തിന്റെ പ്രത്യേകത എന്തായിരുന്നു എന്നല്ലേ, നമ്മുടെ മലപ്പുറം ജില്ലയിലും അതുപോലെ തന്നെ കോഴിക്കോട്, കണ്ണൂർ ഭാഗത്തൊക്കെ മഴേന്റെ ജാഗ്രതാ നിർദ്ദേശം കിട്ടിയ ദിവസമാണ് കേട്ടോ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. നമ്മൾ ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്തതിന് ശേഷമാണ് കേട്ടോ ഈ മഴേന്റെ നിർദ്ദേശങ്ങളും കാര്യമൊക്കെ കിട്ടിയത്. അപ്പൊ പോണ്ടേന്നുള്ള ഡൗട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ മാപ്പൊക്കെ നോക്കിയ സമയത്ത് ആ ഭാഗത്തൊന്നും മഴ ഇല്ല എന്നാണ് കണ്ടത്. പിന്നത്തെ നിങ്ങൾക്ക് കണ്ടാലും അറിയാലോ, പോകുന്ന സമയത്തൊന്നും മഴ ഉണ്ടായിട്ടില്ല കേട്ടോ. നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നേ. പിന്നെ റോഡൊക്കെ നല്ലോണം ഫ്രീ ആണേ. ഇപ്പൊ മഴ ഇല്ലെങ്കിലും എന്തായാലും മഴക്കുള്ള ചാൻസ് ഉണ്ടാവും ഞങ്ങൾക്ക് അറിയായിരുന്നു. കാരണം നമ്മുടെ വർഷക്കാലല്ലേ. അതുകൊണ്ട് തന്നെ ആളെണ്ണം കോട്ടും അതുപോലെ തന്നെ കൊടയും കാര്യങ്ങളൊക്കെ ഞങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടാ. ടൂർ പോവാൻ വലിയ ഉഷാറായിരുന്നു. വണ്ടി കേറി പൊറങ്ങിയതാട്ടാ. വിളിച്ചോക്കാം. ഏടോ എന്തൊറക്കത് പൊട്ടാ. അത് വാൽപ്പാറ എത്തിയതല്ലേ, AC ഇട്ടതാ. അപ്പൊ ഓന്റെ ഉറക്കപ്പിച്ചൊക്കെ കണ്ടില്ലേ നിങ്ങള്. ഞങ്ങളില്ലേ ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ട് കുറെ ദിവസമായിട്ടോ. അപ്പൊ പോകുന്നതിന്റെ തലേ ദിവസം ആയതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ആ പോണതിന്റെ കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് അങ്ങനെ ഉറങ്ങിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ലേ. അപ്പൊ പിന്നെ വണ്ടി ഇത് ഉറങ്ങിയില്ലെങ്കിലല്ലേ അതിശയുള്ളൂ. അങ്ങനെ നമ്മൾ ആതിരാപ്പള്ളിക്കുള്ള ആ റൂട്ട് കടന്ന് കുറച്ചൊക്കെ ഇങ്ങോട്ട് വന്നപ്പോൾ പിന്നെ ഫുള്ളായിട്ട് മരങ്ങളൊക്കെ ആയിട്ട് ഒരു കാട് പോലാണ് കേട്ടോ. നടുക്ക് ഇങ്ങനെ ആ റോഡ് പോകുന്നത് കാണാൻ നല്ല രസമല്ലേ.
പിന്നെ ദേ നമ്മൾ അങ്ങോട്ട് എത്താനായി തുടങ്ങിയപ്പോൾ പിന്നെ ചെറുതായിട്ട് മഴ തുള്ളിയിടാനൊക്കെ തുടങ്ങി. ഇവിടെ നിങ്ങൾ നോക്കി, ഈ വലതുഭാഗത്തില്ലേ മൊത്തത്തിൽ നമ്മുടെ പാം ഓയിലിന്റെ മരമാണ് കേട്ടോ. നമ്മുടെ നാട്ടിലെ തെങ്ങുംതോപ്പ് പോലെ മൊത്തത്തിൽ അതിങ്ങനെ വ്യാപിച്ചു കിടക്കുകയാണേ. ആതിരാപ്പള്ളിയൊക്കെ എത്താനായിട്ടുണ്ട്. അപ്പൊ ജസ്റ്റ് ഇവിടെ ഒരു പുഴ കണ്ടപ്പോ നിർത്തിയതാട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാനേ. അപ്പൊ നമുക്ക് പോയോ. ഇതില്ലേ നമ്മുടെ സിൽവർ സ്റ്റോം ഇല്ലേ, അതിനൊക്കെ തൊട്ട് മുന്നായിട്ടാണ് കേട്ടോ ഈ ഒരു ഭാഗം വരുന്നത്. നല്ല കോടൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അവിടെ എന്ത് രസാന്നറിയോ ഇവിടെ കാണാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ ജസ്റ്റ് വണ്ടിയിൽ നിന്ന് കണ്ടപ്പോ അവിടെ നിന്ന് ഇറങ്ങി നോക്കിയതാണ്. പക്ഷെ ഇറങ്ങിയപ്പോ കുറെ നേരം അവിടെ സ്പെൻഡ് ചെയ്തുട്ടാ. നമ്മൾ 2-3 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കുകയായിരുന്നില്ലേ. അപ്പൊ കുറച്ചേരം ഒന്ന് റിലാക്സ് ചെയ്തു ഇവിടുന്ന്. പിന്നെ ഒത്തിരി ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു കേട്ടോ. നല്ല രസമായിരുന്നേ. പിന്നെ കുറച്ചേരൊക്കെ കഴിഞ്ഞപ്പോ പിന്നെ മഴ ചാറാൻ തുടങ്ങി. അപ്പൊ പിന്നെ അവിടുന്ന് ഞങ്ങൾ തിരിച്ചുട്ടാ. ഇനി നമ്മൾ അവിടുന്ന് വരുമ്പോൾ സിൽവർ സ്റ്റോമിന്റെ നേരെ ഓപ്പോസിറ്റ് ഒരു റോഡ് വരുന്നുണ്ട് കേട്ടാ. അത് വന്നിട്ട് നല്ല ഭംഗിയിലുള്ള ഒരു സ്പോട്ടാണ്. ഒരു പാലം വരുന്നുണ്ട്. അവിടുന്ന് നമ്മൾ ആ പുഴന്റെ അരികിന്ന് കണ്ട ആ ഒരു മലയും അവിടുത്തെ ആ കോടൊക്കെ അല്ലേ, അതൊക്കെ കറക്റ്റ് കാണാൻ പറ്റൂട്ടാ. നല്ല ഭംഗിയിലുള്ള ഒരു വ്യൂ പോയിന്റ് തന്നെയാണ്. അവിടുന്നൊക്കെ ചെറുതായിട്ട് മഴ ചാർന്നുകൊണ്ട് തന്നെ അവിടെ അധികം നേരമൊന്നും ഞങ്ങൾ നിന്നില്ല കേട്ടോ. അതൊക്കെ കണ്ടതിന് ശേഷം പിന്നെ വേഗം ഞങ്ങൾ അവിടുന്ന് തിരിച്ചു. ശേഷം നമ്മൾ വണ്ടി എടുത്തിട്ട് വന്ന് നമ്മുടെ ടിക്കറ്റ് എടുക്കാനുള്ള കൗണ്ടറിന്റെ അവിടെ എത്തിയേ. ആതിരാപ്പള്ളിയിലേക്ക് എത്തുന്നതിന്റെ കുറച്ച് മുന്നായിട്ടാണ് കേട്ടോ ഈ കൗണ്ടർ വരുന്നത്. ഇവിടുത്തെ ഫീസ് നിരക്കൊക്കെയാണ് ഈ കാണുന്നത്. അങ്ങനെ ഞങ്ങൾ 5 പേരാണ് ഉണ്ടായിരുന്നത്. 5 പേർക്കുള്ള ടിക്കറ്റും ഒപ്പം നമ്മുടെ വണ്ടിക്കുള്ള ടിക്കറ്റും കൂടി എടുത്തിട്ടുണ്ട്. അങ്ങനെ ദേ നമ്മളെ സ്പോട്ടിലേക്ക് എത്താനായി തുടങ്ങിട്ടോ. ഇവിടെ എത്തിയപ്പോ പിന്നെ എല്ലാവർക്കും നല്ല ഉഷാറായിട്ടാ. അതുവരെ മെയിൻ ആയിട്ട് ഞാൻ തന്നെ ഒരു ഉറക്കച്ചടവൊക്കെ ഉള്ള കാരണം കുറച്ചൊന്ന് സാഡായിട്ടാണ് ഇരുന്നിട്ടുണ്ടായിരുന്നത്. പിന്നൊക്കെ എല്ലാവരും ഉഷാറായേ. ഈ ഭാഗത്തൊക്കെ എത്തിയപ്പോ പിന്നെ കുറച്ച് ആൾക്കാരൊക്കെ കാണാൻ തുടങ്ങിയിട്ടാ. വരുന്ന സമയത്താണെങ്കിൽ റോഡൊക്കെ ഭയങ്കര ഫ്രീ ആയിരുന്നു. അങ്ങനെ ദേ നമ്മളെ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടോ. ഒരു 9 മണിയൊക്കെ ആയ സമയത്താണ് ഞങ്ങൾ അവിടെ എത്തുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ കടകളൊക്കെ ഓപ്പൺ ആവുന്നുണ്ടായിരുന്നേ ഉള്ളൂ. നമ്മൾ ദേ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടിട്ട് പോവാണേ. പിന്നല്ലേ ആതിരപ്പള്ളി എന്നൊക്കെയാണ് കേട്ടോ പ്രൊണൗൺസിയേഷൻ വരുന്നത്. നമ്മൾ പിന്നെ ആതിരാപ്പള്ളിന്നും ആതിരാപ്പള്ളിക്കൊക്കെ എന്നൊക്കെ പറയും. അതൊക്കെ സ്വാഭാവികം, അതൊന്നും കാര്യമാക്കണ്ട കേട്ടോ. ശേഷം നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നമ്മളെ കോട്ടും സൂട്ടൊക്കെ ഇട്ടിട്ട് ഇറങ്ങിട്ടോ. ചെറുതായിട്ടേ ആ സമയത്ത് മഴ ഉണ്ടായിരുന്നുള്ളേ. പിന്നെ ഈ സാധനമൊക്കെ ഇട്ടിട്ട് ഇപ്പൊ എനിക്ക് ഈ വീഡിയോ കാണുമ്പോൾ ചിരി വരുന്നുണ്ട് കേട്ടാ. ആ നേരത്ത് ഭയങ്കര അടിപൊളിയാന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത്. ഇവിടെ നമ്മൾ പോണ വഴിക്കായിട്ട് 2 സൈഡിലും ഒത്തിരി കടകളുണ്ട് കേട്ടോ. ഈ മഴ പെയ്യുന്ന സമയത്തൊക്കെ അവർക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അല്ലേ. അങ്ങനെ ദേ നമ്മളിവിടെ മെയിൻ എൻട്രൻസിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ നമ്മളെ ടിക്കറ്റ് കാണിച്ചു കൊടുക്കണം. പിന്നെ നിങ്ങൾ ഈ ബോർഡിൽക്കൊന്ന് നോക്കിയേ, അതിരപ്പള്ളി എന്നാണ് കേട്ടോ എഴുതിയിരിക്കുന്നത്. ഇനി കറക്റ്റ് പ്രൊണൗൺസ് എന്താന്ന് നിങ്ങളൊന്ന് കമന്റ് ചെയ്യോണ്ടേ. വെള്ളച്ചാട്ടത്തിന്റെ അവിടേക്ക് പോകാൻ വേണ്ടിട്ട് നിൽക്കുകയാണ് കേട്ടോ. ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ്. ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് മഴയുള്ള സമയത്ത് ഫാമിലി ഒക്കെ ആയിട്ട് വരുന്നത്. പ്രത്യേകിച്ച് നമ്മളെ മോനുണ്ട്. അപ്പൊ ഒത്തിരി സന്തോഷത്തിലാണ് കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം.
അങ്ങനെ നമ്മൾ ഇനി വെള്ളച്ചാട്ടത്തിന്റെ അവിടേക്ക് പോവുകയാണേ. ഇവിടെ ഇല്ലേ പോകുന്ന വഴിയൊക്കെ ആണ് കേട്ടോ ഈ കാണുന്നത്. നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. പ്രത്യേകിച്ച് മഴയൊക്കെ പെയ്ത കാരണം നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നേ. നമ്മുടെ വെള്ളം ചാടുന്നതിന്റെ ഒച്ചാണ് കേട്ടോ ആ കേൾക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞ കാര്യം എന്താന്ന് വെച്ചാൽ നമ്മൾ പോകുന്ന വഴിക്കൊക്കെ നമ്മൾ ക്ഷീണിക്കുമ്പോ ഇരിക്കാൻ വേണ്ടിട്ട് മരത്തിന്റെ അവിടെ ഇങ്ങനെ കെട്ടിയിട്ടൊക്കെ ഉണ്ടേ. ഇവിടെ ഇതിന്റെ ഉള്ളിലായിട്ടും ഇതുപോലെ കടകളൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ നമുക്ക് അവിടെ തന്നെ വാങ്ങി കഴിക്കാവുന്ന സെറ്റപ്പ് ഒക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട്. കൂടാതെ നമുക്ക് ഇരിക്കാവുന്ന തരത്തിൽ ചെയേഴ്സും അതുപോലെ തന്നെ നമുക്ക് പ്ലാസ്റ്റിക്കും നമ്മുടെ കയ്യിലുള്ള വേസ്റ്റ് ഒക്കെ നിക്ഷേപിക്കാവുന്ന തരത്തിലുള്ള ഐറ്റംസും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ നടന്നതേ വെള്ളത്തിന്റെ ഈ ഭാഗത്ത് എത്തിയിട്ടോ. ഇത് ആക്ച്വലി വെള്ളച്ചാട്ടത്തിന്റെ മുകൾ വശാണേ. അപ്പൊ നിങ്ങൾ കണ്ടില്ലേ നമ്മളെ വെള്ളച്ചാട്ടം? എന്തൊരു രസാലേ കാണാൻ വേണ്ടിട്ട്. പ്രത്യേകിച്ച് ആ വെള്ളം ചാടുന്നതിന്റെ സൗണ്ട് ഉണ്ടല്ലോ, അത് നിങ്ങളും കേട്ടോട്ട് വെച്ചിട്ടാണ് കേട്ടോ നമ്മളിവിടെ ആഡ് ചെയ്തത്. പിന്നല്ലേ ആ ഭാഗത്ത് മല വരുന്നുണ്ട്. അവിടെ ഫുള്ളായിട്ട് നമ്മുടെ കോട വന്നിട്ട് ഇങ്ങോട്ട് മൂടിയിട്ടുണ്ട് കേട്ടാ. അതുകൊണ്ട് തന്നെ വെള്ളം പോലെ അവിടെ ഒന്നും കാണുന്നില്ലേ. ഈ ഭാഗത്ത് ഒരു ഓലപ്പര പോലെ കണ്ടില്ലേ? ഓലപ്പര ഒന്നല്ല കേട്ടോ, അവിടെ നമ്മള് സെക്യൂരിറ്റീസ് ഇരിക്കുന്നുണ്ട്. ഇവിടെ ഒരു ഭാഗത്ത് മൊത്തമായിട്ട്, അതായത് നമ്മൾ വെള്ളത്തിലേക്ക് ഇറങ്ങാണ്ടിരിക്കാൻ വേണ്ടിട്ട് ആ ഭാഗത്ത് ഇങ്ങനെ കയറേറ്റ് വേലി പോലെ കെട്ടിയിട്ടുണ്ട്. അപ്പൊ ആ ഭാഗത്തേക്ക് ഇറങ്ങുണ്ടോ ഇല്ലേന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അവരിയ്ക്കുന്നത്. പിന്നെ ഞാൻ ഈ കാണിക്കുന്ന പ്രശ്നം വേറൊന്നുമല്ല കേട്ടാ. എന്തായാലും കോട്ടും സൂട്ടൊക്കെ ഇറങ്ങിയില്ലേ, അപ്പൊ കുറച്ച് പട്ടിശ ഇറക്കിയതാണ്. എന്തായാലും വളരെ അടിപൊളിയായിട്ടുള്ള ഒരു കാഴ്ച തന്നെയായിരുന്നു കേട്ടത്. നിങ്ങളൊക്കെ വരികയാണെങ്കിൽ ഈ മഞ്ഞിന്റെയും അതുപോലെ തന്നെ മഴയൊക്കെ പെയ്യുന്ന സമയത്ത് വരികയായിരിക്കും കേട്ടോ ഏറ്റവും ബെറ്റർ. പിന്നെ ഞാനിത് പറഞ്ഞു കരുതിക്കാണ്ട് അലാക്കിന്റെ മഴ ഒന്നും പെയ്യുമ്പോ ഇങ്ങോട്ട് വരാൻ നിൽക്കണ്ട കേട്ടോ. സമയം സന്ദർഭമൊക്കെ നോക്കിയിട്ട് വന്നാൽ മതിയേ. അപ്പൊ ഇനി നമ്മൾ വെള്ളച്ചാട്ടത്തിന്റെ താഴ്ഭാഗത്തേക്ക് പോവാണ് കേട്ടോ. അപ്പൊ അവിടെ എഴുതിയിട്ടുണ്ട് ഈ പോകുന്ന വഴി ഉണ്ടല്ലോ 400 മീറ്റർ ചെങ്കുത്തായതും ഇടുങ്ങിയതൊക്കെ ആയിട്ടുള്ള പാതയാണ്. അതുകൊണ്ട് തന്നെ രോഗികളും അതുപോലെ തന്നെ മറ്റു ബുദ്ധിമുട്ടുള്ളവരൊന്നും ഇറങ്ങണ്ടെന്ന് പറയുന്നുണ്ട്. അത് തന്നെ ആട്ടോ ഇക്കും പറയാനുള്ളത്. ചാടിക്കേറി ഇറങ്ങിയിട്ടൊന്നും കാര്യമില്ല, കേറാൻ ഭയങ്കര പാടാണേ. എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? വളരെ നല്ല എക്സ്പീരിയൻസ് ആണ്, ഒന്നും പറയാനില്ല. കുറച്ചേരം നടന്നതിന് ശേഷം ഇതാ ഇവിടെ എത്തിയിട്ടുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ ഇവിടെ കാണാൻ വേണ്ടിട്ട്.
ചെയ്യണ്ട കേട്ടോ. ഏത് പാടാൻ നിശ്ചയില്ലാത്തവരും ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ എത്തി ഒന്ന് പാടിയോ. കാഴ്ചകളൊക്കെ നിങ്ങൾ കണ്ടില്ലേ? എന്ത് രസമായിരുന്നു എന്നറിയോ അവിടെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിട്ട്. നമുക്ക് അവിടുന്ന് പോരാൻ തന്നെ തോന്നൂല കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ തന്നെ നമുക്ക് ഇറങ്ങാൻ ഭയങ്കര ഉഷാറായിരുന്നേ, പക്ഷെ കേറാനാണെങ്കിൽ ഭയങ്കര പാടും. പ്രത്യേകിച്ച് എന്റെ ചെക്കനാണെങ്കിലോ എടുക്കാനിട്ട് അയക്കണില്ല, ഓൻക്ക് തന്നെ നടക്കണം കേട്ടോ. ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നിയേ. ഇനി നെക്സ്റ്റ് പ്ലാൻ എന്താണ്? പ്രത്യേകിച്ചൊന്നുമില്ല, നമ്മളിത് അവിടെ കയറി ഇനി നമുക്ക് ഫുഡ് കഴിക്കണം. നല്ലോണം വിശക്കുന്നുണ്ട്. അപ്പൊ അതിനൊരു സ്പോട്ട് അതുണ്ടാക്കാം. അത് കഴിഞ്ഞാൽ പിന്നെ വാൽപ്പാറ. ഇതേ ഇരിക്കണം നിങ്ങളെ ഫ്രണ്ട്. അതൊരു കുരങ്ങനായിരുന്നു കേട്ടാ. നമ്മള് പോകുന്നതിനനുസരിച്ചിട്ട് അതും ഇങ്ങനെ പോകുന്നുണ്ട്. ഒരു പേടിയില്ല കേട്ടോ ഇനി. ഞങ്ങളിത് ഇവിടെ ഒരു ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് ഒരു ഹോട്ടലിൽ കയറിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഒരാളിങ്ങനെ തൂങ്ങി നിൽക്കുന്നുണ്ട്. നോക്കിയേ എന്തൊരു ക്യൂട്ടാല്ലേ. ശേഷം നമ്മളിത് അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടോ. സത്യം പറഞ്ഞാൽ ഫുഡ് വന്ന ആക്രാന്തത്തിൽ വേഗം എടുത്ത് കഴിച്ചപ്പോ വീഡിയോ എടുക്കാനൊക്കെ മറന്നിട്ടുണ്ടായിരുന്നേ. അങ്ങനെ നമ്മൾ ആതിരപ്പള്ളിയിൽ നിന്ന് വണ്ടി എടുത്തു കേട്ടോ. ഇനി നമ്മൾ പോകുന്നത് വാഴച്ചാലാണേ. ഈ ആതിരപ്പള്ളിയിൽ നിന്ന് നമ്മൾ വാൽപ്പാറൊക്കെ പോകുന്ന, അതായത് വാഴച്ചാല് പോകുന്ന ആ ഒരു ഭാഗമില്ലേ, നല്ല രസമാണ് കേട്ടോ. ആ റൂട്ട് കാണാൻ വേണ്ടിട്ട് ഫുള്ളായിട്ട് ഇങ്ങനെ പല സൈസിലുള്ള മരങ്ങളൊക്കെ ആയിട്ട് നല്ല രസമാണ്. പിന്നെ അത് മാത്രമല്ല നല്ല മഴ ഉണ്ടായിരുന്നു കേട്ടോ ആ സമയത്ത്. നമ്മുടെ ആതിരപ്പള്ളിന്റെയും വാഴച്ചാലിന്റെയും കൂടി ഒരു നടുക്കായിട്ട് ഇവിടെ ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വെള്ളച്ചാട്ടം വരുന്നുണ്ട് കേട്ടോ. ഇപ്പൊ മഴന്റെ സീസൺ ആയതുകൊണ്ട് തന്നെ നല്ലോണം വെള്ളം ചാടുന്നുണ്ട്. കൂടാതെ നമ്മൾ പോകുന്ന വഴിക്കൊക്കെ പല ഭാഗത്തുനിന്നും നല്ല ഭംഗിയിലുള്ള ഇങ്ങനെ വെള്ളച്ചാട്ടങ്ങൾ ഉണ്ട് കേട്ടോ. എന്ത് രസാന്നറിയോ, ഇപ്പൊ നിങ്ങൾ കണ്ടത് നല്ല ഭംഗിയില്ലേ. അങ്ങനെ നമ്മൾ വാഴച്ചാൽ എത്തിയിട്ടുണ്ട് കേട്ടാ. അങ്ങനെ നമ്മൾ ഒരു ഭാഗത്തായിട്ട് വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇങ്ങോട്ട് വരികയാണേ. ഇവിടെ ഇല്ലേ നമ്മൾ ആതിരപ്പള്ളിക്കൊക്കെ കയറുന്നതിന്റെ മുന്നേ എടുത്ത ആ ടിക്കറ്റ് ഇല്ലേ, അതന്നെയാണ് കേട്ടോ ഇവിടെയും കാണിക്കുക. അപ്പൊ ഇനി അത് അവിടെ ചെന്നതിന് ശേഷം പിന്നെ ഇത് ആവശ്യമില്ലല്ലോ വെച്ചിട്ട് നിങ്ങൾ കളയാനൊന്നും നിൽക്കണ്ട, കയ്യിൽ വെക്കൊണ്ടു. ഇവിടെന്ന് വെച്ചാൽ ചെറിയൊരു പാർക്ക് പോലൊക്കെ ആണ് കേട്ടോ സെറ്റപ്പ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ മക്കൾക്കുള്ള പ്ലേ ഏരിയ പോലൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ വെള്ളച്ചാട്ടത്തിന്റെ ആ ഭാഗത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. അവിടുത്തെ അത്ര അടിപൊളി അല്ലെങ്കിലും ഇവിടെയും നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല രീതിക്കുള്ള ഒരു വ്യൂ തന്നെ കിട്ടുന്നുണ്ട്. ഇവിടെ അതിന് തൊട്ടടുത്തായിട്ട് തന്നെ നമുക്ക് ഇരുന്ന് കാഴ്ചകൾ കാണാവുന്ന തരത്തിലുള്ള സെറ്റപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ട്.
നമ്മുടെ മഴന്റെ സീസൺ ആയതുകൊണ്ട് തന്നെ ഇവിടെയും അത്യാവശ്യം പോസിന് തന്നെയാണ് കേട്ടോ വെള്ളം വരുന്നത്. ഇനി ഈ ഒരു ഇതിന്റെ പ്രത്യേകത എന്തെന്നാൽ ഒത്തിരി ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ട് ഭയങ്കരമായിട്ട് പച്ചപ്പൊക്കെ നിലനിർത്തിയിട്ടുള്ള ഒരു പാർക്ക് പോലാണ് കേട്ടോ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. നല്ല രസമാണ് കേട്ടോ, നമുക്ക് ഇങ്ങനെ നടക്കാനും കാഴ്ചകളൊക്കെ കണ്ടിട്ട് ആസ്വദിക്കാനൊക്കെ പറ്റിയൊരു സ്പോട്ട് തന്നെയാണ്. അങ്ങനെ അവിടുന്ന് ഇറങ്ങി ഇനി നമ്മുടെ പ്ലാന് വാൽപ്പാറ പോവാനാണ് കേട്ടോ. അപ്പൊ നമ്മള് ചെക്ക് പോസ്റ്റിൽ നിന്ന് പാസ് ഒക്കെ എടുത്തിട്ടുണ്ട്. 45 കിലോമീറ്റർ നമ്മൾ 2 മണിക്കൂർ കൊണ്ട് കവർ ചെയ്യണം കേട്ടോ. അപ്പൊ എന്തായാലും നല്ല രസമായിരിക്കും കേട്ടോ, മൊത്തം കാടല്ലേ. അപ്പൊ വളരെ എക്സൈറ്റ്മെന്റിലായിരുന്നു കേട്ടോ ആ പോക്കൊക്കെ. എന്നെ സംബന്ധിച്ചിട്ടായാലും ഫാമിലിനെ സംബന്ധിച്ചിട്ടായാലും ആദ്യമായിട്ടാണ് കേട്ടോ ഇതുപോലെ കാട്ടിനുള്ളിൽ കൂടെ, അതും റേഞ്ചും കാര്യം ഒന്നും ഇല്ലാതെ ഇങ്ങനെ പോണത്. ഇക്കൊക്കെ പോയിട്ടുണ്ട്, പക്ഷെ അനിയനായാലും അതുപോലെ തന്നെ ഉമ്മയൊക്കെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ട്രിപ്പും കാര്യമൊക്കെ വരുന്നത്. അതുകൊണ്ട് തന്നെ അവരും ഞാനൊക്കെ ഒത്തിരി ത്രില്ലിലായിരുന്നേ. എന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഞാനിങ്ങനെ അധിക സ്ഥലത്തേക്കൊന്നും ഇങ്ങനെ ടൂറായിട്ടൊന്നും പോയിട്ടില്ല കേട്ടോ. എവിടെയെങ്കിലും എടുത്തൊക്കെ പോയി വരാന്നല്ലാതെ. പിന്നെ വേറൊരു കാര്യം എന്താന്ന് വെച്ചാൽ ഇനിയിപ്പോ പോവുകയാണെങ്കിൽ തന്നെ ഞാൻ ഫുൾ ടൈം ഉറക്കായിരിക്കും. കാരണം തലവേദനയും അതുപോലെ ട്രാവൽ ചെയ്യുന്നതിന്റെ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ വരാറുണ്ട്. അപ്പൊ ഞാൻ ഫുൾ ടൈം ഉറക്കുമായിരിക്കും, കൂടെ ഉള്ളവരാണെങ്കിൽ ഫുൾ ടൈം ഫോണിൽ കളിക്കലുമായിരിക്കും. പക്ഷെ ഞങ്ങൾ ഈ കാട്ടിനുള്ളിൽ കയറിയതിനു ശേഷം ഒരു ഫോൺ എടുക്കുക അല്ലെങ്കിൽ ഞാൻ ഉറങ്ങും ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നമുക്ക് ഇങ്ങനെ എക്സൈറ്റ്മെന്റാ, പ്രത്യേകിച്ച് ആന ഉണ്ടാവും, അതുപോലെ തന്നെ പുലി ഇറങ്ങും, അങ്ങനെ അങ്ങനെ നമുക്ക് അറിയില്ലല്ലോ. അപ്പൊ നമ്മൾ ഒത്തിരി എക്സൈറ്റ്മെന്റിൽ വരുന്നത് കൊണ്ട് തന്നെ വളരെ ത്രില്ലിലായിരുന്നേ. നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോ ഒക്കെ മനസ്സിൽ എന്തെങ്കിലും ജീവികളെ കാണാൻ പറ്റുന്നൊക്കെയാണ് കേട്ടോ. ഓരോ വളവ് കഴിയുമ്പോഴും ഞങ്ങൾ പറയും അവിടെ ആന ഉണ്ടാവും അല്ലെങ്കിൽ അപ്പുറത്ത് ആന ഉണ്ടാവും എന്നൊക്കെ പറയേ. പക്ഷെ ഒന്നിനും കണ്ടിട്ടുണ്ടായിരുന്നില്ല, ഒരു പട്ടിയോ പൂച്ച പോലും ഉണ്ടായിരുന്നില്ല കേട്ടോ. കിളികളെ സൗണ്ടോ കാര്യമൊന്നും കേൾക്കാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നല്ല മഴയായിരുന്നേ. പിന്നെ നമ്മൾ മഴ പെയ്യുന്ന കാരണം ഗ്ലാസ് ഒക്കെ പൊക്കിയ കാരണം സൗണ്ട് ഒന്നും വല്ലാണ്ട് കേട്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ ഈ റൂട്ടിലൊക്കെ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാൽ നമ്മളെ വണ്ടി നല്ല കണ്ടീഷൻ ആയിരിക്കണേ. അതുപോലെ തന്നെ നമ്മൾ എണ്ണ ഉണ്ടോന്ന് നോക്കണം. ഫുൾ ലിറ്റർ എണ്ണ ഒക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. കാരണം നമ്മൾ ഇതിനുള്ളിൽ കയറിയാൽ നമുക്ക് ഇനിയിപ്പോൾ വേറൊരു കാര്യം എന്താന്ന് വെച്ചാൽ നമ്മൾ ഭക്ഷണം പോലും നമ്മൾ കരുതണം കേട്ടോ. ഇതിനുള്ളിൽ കയറിയാൽ അപൂർവമായിട്ട് എവിടെയെങ്കിലും ചെറിയ കടകളോ അല്ലെങ്കിൽ എന്തെങ്കിലും കാണാൻ പറ്റുള്ളൂ. പമ്പോ കാര്യമോ ഒന്നുമില്ല. പിന്നെ നമ്മളെന്ന് വെച്ചാൽ ഈ പോകുന്നത് നമ്മളൊരു ഒറ്റപ്പെട്ട വഴിയിലൂടെ പോണ പോലെയാണ്. ഇടയ്ക്കൊക്കെ അപൂർവമായിട്ട് 2 വണ്ടിയോ അല്ലെങ്കിൽ ഒരു ബൈക്കൊക്കെ പോകുന്നത് കാണാന്നല്ലാതെ ഞങ്ങൾ ഒന്നാമത് ഈ ഹോളിഡേ അല്ലാത്തത് കൊണ്ട് തന്നെ അത്ര ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്തെന്നാൽ ഇവിടുത്തെ റോഡൊക്കെ വളരെ ചെറുതാണ് കേട്ടോ, അധികം വീതിയുള്ളതൊന്നല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും ഒരു 40 സ്പീഡ് അതിന് മുകളിലേക്ക് പോവാണ്ടിരിക്കുന്നതാണ് നല്ലത്. പിന്നെ അത് മാത്രമല്ല, നമ്മളിങ്ങനെ ഇങ്ങനെ പോകുമ്പോൾ പ്രത്യേകിച്ച് മഴയൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ഈ കാഴ്ചകളൊക്കെ കണ്ടുപോകാൻ അതൊരു പ്രത്യേക വൈബ് തന്നെയല്ലേ. പിന്നെ എന്താ സ്പീഡ് കൂടിയാലൊക്കെ ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഓരോരോ വളവിൽ നിന്നും നമ്മൾ തൊട്ടപ്പുറത്തുള്ള വണ്ടിയും ചിലപ്പോൾ ഭയങ്കര സ്പീഡിലാവും വരിക. അതൊക്കെ നല്ല ബുദ്ധിമുട്ടാവും. അപ്പൊ അതൊക്കെ ശ്രദ്ധിക്കണത് നല്ലതാണേ. കുറച്ചൊക്കെ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോ പിന്നെ നല്ല ഭംഗിയിലുള്ള ഒരു സ്ഥലത്ത് എത്തിട്ടോ. അവിടെ ആണെങ്കിലും മൊത്തമായിട്ട് കോട വന്ന് മൂടിയിട്ട് ഞാൻ എന്താ പറയാ, നല്ല രസമായിരുന്നേ. ഈ മഴ പെയ്യുന്നതുകൊണ്ട് നമുക്ക് വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. ഈ കോടയാണെങ്കിലും നമുക്ക് കണ്ണ് കാണാൻ പറ്റാത്ത രീതിക്കൊന്നും അല്ല ഉണ്ടായിരുന്നത്. പക്ഷെ എന്തായാലും നല്ല ഒരു അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നേ.
നമ്മൾ അവിടുന്ന് പോരുമ്പോ തന്നെ നമുക്ക് 2 മണിക്കൂർ കൊണ്ട് കവർ ചെയ്യണം എന്നുള്ള ഒരു ടൈം ഉണ്ടല്ലോ. അപ്പൊ ഇവിടെ ഇറങ്ങാനോ നടക്കാനോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും പറ്റൂല കേട്ടോ. നമ്മൾ പെട്ടെന്ന് അത് കവർ ചെയ്യാണ് ചെയ്യേണ്ടത്. പിന്നെ ഇവിടെ ഇപ്പൊ മഴ ആയതുകൊണ്ട് നമുക്ക് ഫോട്ടോ എടുക്കാൻ ഇറങ്ങാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതൊരു ചെറിയ ബുദ്ധിമുട്ടായിട്ട് തോന്നി. പക്ഷെ അല്ലാതെ നോക്കുകയാണെങ്കിൽ ഈ മഴ പെയ്യുമ്പോൾ ഈ കാറിൽ ഇങ്ങനെ യാത്ര ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ എന്തായാലും അത് അനുഭവിച്ചറിയുന്ന വേണം. ഈ മഴന്റെ കാര്യം എങ്ങനെയാണെന്നറിയോ, നമ്മൾ ഒരു ഏരിയയിൽ എത്തുമ്പോൾ നല്ല മഴ ഉണ്ടാവൂട്ടാ, എന്നാലോ ചില ഏരിയയിൽ നിന്ന് മഴ ഉണ്ടാവൂല. അപ്പൊ ആ സമയത്ത് ഞങ്ങൾ ഗ്ലാസ് ഒക്കെ താത്തും. അപ്പൊ നല്ല ഫ്രഷ് എയർ ആണ് കേട്ടോ വരുന്നത്, നല്ല കാറ്റും ഉണ്ട് അവിടെ. പക്ഷെ നമ്മൾ ഈ ഗ്ലാസ് പൊന്തിക്കുമ്പോൾ അത് അറിയണില്ല. ഗ്ലാസ് ഒക്കെ താത്തി പോകുമ്പോൾ അതൊരു പ്രത്യേക രസം തന്നെ ആയിരുന്നേ. നമ്മളിങ്ങനെ മുകളിലേക്ക് കയറി പോകുന്നതിനനുസരിച്ച് പിന്നെ നല്ലോണം കോട വന്ന് മൂടാൻ തുടങ്ങിട്ടോ. ആ വെള്ളമായിട്ട് കാണുന്ന ഭാഗത്ത് ഫുള്ളായിട്ട് കോട വന്ന് മൂടിയതാണ്. സത്യം പറഞ്ഞാൽ ആദ്യമായിട്ടാണ് കേട്ടോ ഇത്രയും ദൂരം കാട്ടിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുന്നത്. നമ്മൾ പോയിട്ടുണ്ട്, ചെറിയ ചെറിയ സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുണ്ട് എന്നല്ലാതെ ഇങ്ങനെ ഇത് ആദ്യമായിട്ടാണ് കേട്ടോ. നമ്മുടെ ഉമ്മാന്റെ ഉപ്പാന്റെ ഒക്കെ കാര്യം പറയുകയാണെങ്കിൽ അവരൊക്കെ ഒത്തിരി ഹാപ്പിയാണ്. പക്ഷെ ഉപ്പാന്റെ കാര്യത്തിൽ ചെറിയൊരു പേടിയുണ്ട് കേട്ടോ. കാരണം നമ്മൾ ഒറ്റപ്പെട്ട വഴി കൂടെയാണ് പോവുക, എന്തെങ്കിലും സംഭവിക്കുക. അതുപോലെ മഴയുണ്ട്, അതും റോഡ് ഇടക്കാണെങ്കിൽ ചില സമയത്ത് കോട നല്ലോണം മൂടുന്നത് കാരണം അതിൻ്റെതായ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എന്നിരുന്നാലും എല്ലാവരും നല്ല ഹാപ്പി ആയിരുന്നേ. ഏകദേശം 2 മണിക്കൂറോളം നീണ്ട കാട്ടിനുള്ളിലൂടെയുള്ള മനോഹര യാത്രയ്ക്ക് ശേഷം നമ്മൾ ഇതേ മലക്കപ്പാറ ജംഗ്ഷനിൽ എത്തിയിട്ടുണ്ട് കേട്ടാ. ഇവിടൊക്കെ ഒന്നാകെ കോട വന്ന് മൂടിയിരിക്കുകയാണ്, കൂടാതെ നല്ല മഴയുണ്ട്. ഇവിടെ നമ്മൾ ഈ ജംഗ്ഷനിക്ക് എത്തുന്നതിന്റെ ഒരു 4 കിലോമീറ്റർ മുന്നേ മുതൽ റോഡ് ഭയങ്കര മോശമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ ഒന്ന് സ്ലോ ആയിട്ട് വേണം വരാന്. പ്രത്യേകിച്ച് ഈ കോട വന്ന് മൂടിയതും അപ്പുറത്തുനിന്ന് കുറച്ച് വലിയ വണ്ടിയൊക്കെ വന്നാൽ പോവാൻ ഭയങ്കര റിസ്ക് ആയിരുന്നേ. നമ്മൾ ഈ ജംഗ്ഷനിൽ ഏകദേശം 1.5 കിലോമീറ്റർ പോയിട്ടാണ് കേട്ടോ മലക്കപ്പാറ ചെക്ക് പോസ്റ്റ് വരുന്നത്. നമ്മൾ ഫസ്റ്റ് കയറുന്ന സമയത്ത് നമുക്കൊരു പാസ് തന്നില്ലേ, ആ പാസ് ഇനി ഇവിടെ ആണ് കേട്ടോ കാണിക്കേണ്ടത്. ഇവിടുന്ന് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പുറത്തു പോവാം. അങ്ങനെ നമ്മൾ മലക്കപ്പാറ പോലീസ് സ്റ്റേഷന്റെ അവിടെ എത്തിയിട്ടുണ്ട്. പോലീസ് സ്റ്റേഷന്റെ കീഴിലാണ് കേട്ടോ ഈ ചെക്ക് പോസ്റ്റും വരുന്നത്. അപ്പൊ ഇനി ഇവിടെ നമ്മൾ വണ്ടി സൈഡാക്കിയതിനു ശേഷം ആ പാസ് അവിടെ കൊണ്ടുപോയി കാണിച്ച് സ്കാൻ ചെയ്തിട്ട് വേണം നമുക്ക് ഇവിടുന്ന് പുറത്ത് കടക്കാനായിട്ട്. നമ്മൾ വാഴച്ചാലിൽ മലക്കപ്പാറ വരെ കവർ ചെയ്യാൻ എടുത്ത സമയം 2 മണിക്കൂറും 10 മിനിറ്റും ആയിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ആ ചെക്ക് പോസ്റ്റ് ഒക്കെ കടന്നിട്ട് കേരള തമിഴ്നാട് ബോർഡറിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ആ ചെക്ക് പോസ്റ്റ് കടന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ടൈം ലിമിറ്റേഷൻ ഒന്നും ഇല്ല കേട്ടോ. ഈ റൂട്ടിൽ നമുക്ക് എത്ര ടൈം വേണേലും എടുത്തിട്ട് പോവാം. ഇവിടെ നോക്കുകയാണെങ്കിൽ മൊത്തത്തിൽ നമ്മുടെ തേയിലത്തോട്ടാണ് കേട്ടോ. അങ്ങനെ ആ നീണ്ടു നിവർന്ന് കിടക്കുന്ന തേയിലത്തോട്ടത്തിനുള്ളിൽ കൂടെ ഒക്കെ സഞ്ചരിച്ച് നമ്മളിതേ തമിഴ്നാടിന്റെ ചെക്ക് പോസ്റ്റിന്റെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടാ. ഇനി ഇവിടുന്ന് മൊത്തത്തിൽ മാറ്റം വരികയാണേ.
ഇനിയിപ്പോ ആ മാറ്റം എന്താന്നല്ലേ നിങ്ങൾ ചിന്തിക്കണത്? ആദ്യം തന്നെ എടുത്തു പറയേണ്ട കാര്യം എന്താന്ന് വെച്ചാൽ ഈ റോഡാണ് കേട്ടാ. നമ്മൾ ഇതുവരെ വന്ന റൂട്ടൊക്കെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇത് അത്യാവശ്യം വീതിയും വലിപ്പത്തിലും വരുന്ന റോഡാണ്. കച്ചറയും കാര്യം ഒന്നും വരുന്നില്ല കേട്ടോ. നമുക്ക് നല്ല സ്മൂത്ത് ആയിട്ട് ഓടിക്കാൻ പറ്റേ. അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്കൊക്കെ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ഒത്തിരി വെള്ളച്ചാട്ടങ്ങളൊക്കെ കാണുന്നുണ്ട് കേട്ടാ. ചെറുതും വലുതൊക്കെ ആയിട്ടുണ്ട്. പിന്നെ നമ്മളൊരു പാലത്തിന്റെ അവിടേക്ക് കടന്നിട്ടുണ്ട്. പാലം കാണുമ്പോ നമ്മൾ കുറ്റിപ്പുറം പാലത്തിനൊക്കെ ആലോചിക്കൂട്ടാ. ഇത് നമ്മുടെ സോളയാർ ഡാമിന്റെ അവിടുത്തെ പാലാണ്. ആ കാണുന്നതാണ് കേട്ടോ ഡാം. അവിടെ ഒന്നും നമ്മൾ നിർത്തി ഇറങ്ങി ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. വണ്ടിയിൽ തന്നെ കണ്ടതിന് ശേഷം നമ്മളിങ്ങനെ നമ്മളെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോരോ ഭാഗത്ത് ചെറിയ ചെറിയ തട്ടുകടകൾ പോലൊക്കെ സെറ്റപ്പുകൾ വരുന്നുണ്ട്. ശേഷം നമ്മളിപ്പോ വന്ന് നിൽക്കുന്നത് നമ്മുടെ സോളയാർ ഡാമില്ലേ, അതിന്റെ എൻട്രൻസിന്റെ ഭാഗത്താണ് കേട്ടോ. ഇവിടുന്ന് നമുക്ക് കാണാനേ പറ്റുള്ളൂ, ഉള്ളിലേക്ക് പ്രവേശനവും കാര്യമൊന്നും ഇല്ല കേട്ടാ. അതുകൊണ്ട് തന്നെ ഇവിടെ നിർത്തിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. മെയിൻ ആയിട്ട് നമ്മുടെ വാൽപ്പാറ മലക്കപ്പാറ ഈ ഒരു റൂട്ട് ഞാൻ ആർക്കാ സജസ്റ്റ് ചെയ്യാന്നറിയോ? ഒത്തിരി ദൂരം ഡ്രൈവ് ചെയ്യാൻ ഇഷ്ടമുള്ള ആൾക്കാരുണ്ടാവൂലേ, അതും വളരെ മനോഹരമായിട്ടുള്ള പ്ലേസ് ഒക്കെ കണ്ട് ആസ്വദിച്ചിട്ട് ഇങ്ങനെ ഡ്രൈവ് ചെയ്യാനൊക്കെ, അതുപോലെ തന്നെ അവരെ കൂടെ സഞ്ചരിക്കാനും അതേ വൈബുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവില്ലേ, അവർക്കൊക്കെ പറ്റിയൊരു സ്പോട്ട് തന്നെയാണ് കേട്ടോ. ഇനി ഇതുവഴി നമ്മൾ പോകുമ്പോൾ നമ്മൾ ഇതുവരെ കണ്ട കാടും മലയൊന്നും പോലെ അല്ല കേട്ടോ. ഈ ഒരു ഭാഗമൊക്കെ വന്നിട്ട് മൊത്തത്തിൽ തേയിലത്തോട്ടങ്ങളും നടുക്കായിട്ട് നല്ല ഭംഗിയിലുള്ള ഒരു വെറൈറ്റി മരങ്ങളൊക്കെ ആയിട്ട് നല്ല രസമുള്ളൊരു സ്ഥലമാണ്. ഈ ഒരു ഭാഗത്ത് കൂടെ പോകുമ്പോൾ ഒരു പ്രത്യേകത എന്താ അറിയോ? മെയിനായിട്ട് പല സ്ഥലങ്ങളിലും ഇങ്ങനെ ചെറിയ അമ്പലങ്ങൾ ഇങ്ങനെ കാണാട്ടാ. അങ്ങനെ നമ്മൾ ഈ മഴയത്ത് കാടും മലയും തേയിലത്തോട്ടങ്ങളൊക്കെ താണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാട്ടാ. ഞങ്ങൾ ഈ പോകുന്നതിനിടയിൽ ഇങ്ങനെ പല തമാശകളും അതുപോലെ തന്നെ കളിയും ചിരിയൊക്കെ ആയിട്ട് പോണതുകൊണ്ട് തന്നെ സമയം പോകുന്ന അറിയണേ ഉണ്ടായിരുന്നില്ല കേട്ടാ. പിന്നില്ലേ, ഞങ്ങൾ ആതിരാപ്പള്ളിയിൽ നിന്നാണ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. പിന്നെ ഇത്രയും നേരമായിട്ട് ഞങ്ങൾ ഒന്നും കഴിച്ചിട്ടില്ല. പക്ഷെ നമുക്ക് വിശക്കൊന്നും കാര്യമൊന്നും ഉണ്ടായിട്ടില്ല കേട്ടാ. ഇടയ്ക്ക് എനിക്ക് ചെറുതായിട്ടൊന്ന് വിശന്നപ്പോൾ ഞാൻ കുറച്ചേരം ഒന്ന് മയങ്ങി. അപ്പം പിന്നെ അതൊക്കെ മാറിയിട്ട് പിന്നെ നമ്മൾ വീണ്ടും ഒന്നും കൂടി ഉഷാറായി. അപ്പം നമുക്ക് വിശപ്പോ കാര്യം ഒന്നും അറിയണില്ല. പിന്നെ മഴ പെയ്യുന്നതുകൊണ്ട് തന്നെ വെയിലിൻ്റെ ആ ഒരു ക്ഷീണവും ഇല്ല. അപ്പോൾ നല്ല രസമായിരുന്നു കേട്ടോ യാത്ര. അങ്ങനത്തെ നമ്മൾ പോകുന്ന വഴിയിലാണ് കേട്ടോ ഒരു സത്യം മനസ്സിലാക്കിയത്. നമ്മൾ പൊള്ളാച്ചി വഴിയാണ് കേട്ടോ ഇനി തിരിച്ചു വരുന്നത്. അപ്പോൾ പൊള്ളാച്ചിക്കുള്ള വഴി വേറെ റൂട്ടും അതുപോലെ തന്നെ വാൽപ്പാറ അതിന് നേരെ ഓപ്പോസിറ്റുള്ള റൂട്ടുമാണ് കേട്ടോ വരുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ വാൽപ്പാറ പോയിട്ട് നമ്മൾ പ്രത്യേകിച്ച് അവിടെ ഇറങ്ങി കാണുകയൊന്നും ചെയ്യൂല. അപ്പം നമുക്ക് പൊള്ളാച്ചി വഴി പോവാന്നുള്ള ഒരു തീരുമാനത്തിലെത്തിയേ. ഇനി നമ്മൾ പൊള്ളാച്ചിക്ക് എത്താൻ വേണ്ടിയിട്ട് 40 എയർപിൻ വളവ് കടക്കണം കേട്ടോ. അപ്പൊ ആ സമയത്ത് നല്ലോണം കോട മൂടിയിട്ടുണ്ടായിരുന്നു. കൂടാതെ നമ്മൾ അത്രയും കെയർഫുൾ ആയിട്ട് വേണമല്ലോ ഡ്രൈവ് ചെയ്യാൻ. അതുകൊണ്ട് തന്നെ വല്ലാണ്ട് വീഡിയോസും കാര്യമൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടാ. അങ്ങനെ നീണ്ട 5 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം നമ്മളിതാ ഒരു 5 മണിക്കൊക്കെ ശേഷമായിട്ട് നമ്മുടെ ചുരം ഇറങ്ങിയേ.
അപ്പൊ ഇനി നമ്മൾ പാലക്കാട് ലക്ഷ്യം വെച്ചാണ് കേട്ടോ പോണത്. ഇതുവരെ ഭക്ഷണം കാര്യമൊന്നും കഴിച്ചിട്ടില്ല. അപ്പൊ ഇനി ഞങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ നയര പമ്പ് കണ്ടാൽ നമുക്ക് എണ്ണ അടിക്കും വേണം, അതുപോലെ തന്നെ നല്ലൊരു ഹോട്ടലിൽ കയറിയിട്ട് ഫുഡ് കഴിക്കാൻ വേണം. അങ്ങനെ നമ്മൾ പമ്പ് കണ്ടുട്ടാ. പിന്നെ ഇത് പമ്പിന്റെ പ്രൊമോഷൻ ഒന്നും അല്ല കേട്ടാ, നമ്മൾ സ്ഥിരമായിട്ട് നയരയിൽ തന്നെയാണ് പെട്രോൾ അടിക്കാറ്, അതുകൊണ്ടാണ് കേട്ടോ ഇതിൽ തന്നെ അടിച്ചത്. അങ്ങനത്തെ നമ്മൾ ഫുൾ ടാങ്ക് എണ്ണ ഒക്കെ അടിച്ച് വീണ്ടും യാത്ര തുടർന്നു. പിന്നെ നമ്മൾ വഴിക്കുന്ന ഒരു നല്ല ഹോട്ടൽ കണ്ടപ്പോ അവിടെ കയറിയിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാ. അപ്പൊ ഞങ്ങൾക്ക് ഒത്തിരി നല്ല അനുഭവങ്ങളും ഒത്തിരി നല്ല ഓർമ്മകളൊക്കെ സമ്മാനിച്ച ഈ യാത്ര നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒപ്പം നമ്മുടെ ഈ കുഞ്ഞു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ടട്ടാ. കൂടാതെ നിങ്ങളുടെ ഫാമിലി ഒത്തിട്ടും ഇതുപോലെ കുറച്ച് സമയമൊക്കെ സ്പെൻഡ് ചെയ്യാനൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണേ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.